വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിലൽപ്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ
അറിയാതെ സ്നേഹം മൂടിവെച്ചു. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് യോസേഫ്. അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ വളർന്നു. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് യോസേഫ്. ഇത് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു ജീവിതമായിരുന്നു യോസേഫിന്. ആ ശക്തിയിൽ വളർന്നു പന്തലിച്ച് മതിലുകൾക്ക് മീതെ ഫലം ചൂടുന്ന വൃക്ഷം. വാസ്തവത്തിൽ അതുപോലുള്ളൊരു ജീവിതമായിരുന്നു യോസേഫിൻ്റേത്. ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തിൽ പള്ളിയോടും ദൈവീക കാര്യങ്ങളോടും ഒക്കെ ചേർന്ന് നിന്ന വ്യക്തിത്വം എറണാകുളം വടതല ശാന്തിയാത്രയുടെ ഭാഗമായി വന്നുകൊണ്ട് ഇടവകയിലെ ഡോൺ ബോസ്കോ മേളയുടെ ജനറൽ സെക്രട്ടറിയായി സൺഡേ സ്കൂളിൻ്റെ ഇൻചാർജ് ഉള്ള വ്യക്തിയായും ഒക്കെ നിറഞ്ഞു നിന്ന് വിശ്വാസ പരിശീലനത്തിൻ്റെ മേഖലകളിലും പള്ളിയോട് ചേർന്ന് നിന്നും മറ്റുള്ളത്തോളം ദിവസങ്ങളിൽ വിശുദ്ധ സംബന്ധിച്ചുമൊക്കെ ജീവിച്ച ഒരു ജീവിതം. കഴിഞ്ഞ 4 വർഷക്കാലമായി അമേരിക്കയിൽ മക്കളോടൊന്നിച്ചായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും അവളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം വേണ്ട രീതിയിലുള്ള ഒരു എല്ലാവർക്കും അത് സമ്മതിക്കാനുള്ള സാധ്യതയില്ലാത്തൊരവസ്ഥയാണ്. എങ്കിലും നിങ്ങളുടെ സാന്നിധ്യം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സിൻ്റെ ആ സാന്നിധ്യം എല്ലാവരും ഇതിൽ ആത്മീയമായിട്ട് പങ്കുചേരുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ക്രിസ്ത്യൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായി ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്വർഗത്തിലിരുന്നുകൊണ്ട് നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ ഒരു വിശ്വാസമായിരിക്കട്ടെ നിങ്ങളെ നയിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ യാത്രയാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ അവസാനിക്കുന്നില്ല, സ്വർഗത്തിലേക്ക് തിരിക്കുക. സ്വർഗത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പറയാനായിട്ട് ഒരാളുണ്ട് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. നമ്മളും ആ യാത്രയിലെ ഭാഗഭാഗങ്ങളാണ്. നമുക്കും ഒരു നാളിൽ ഈ സ്വർഗതീരങ്ങളിലേക്ക് എത്തേണ്ടതാണ്. നമ്മുടെ ചെയ്തു തന്നിട്ടുള്ള നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് ഈ സ്നേഹത്തെയും ഈ നന്മയെയും നമുക്ക് മറക്കാതിരിക്കാം. ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ വീട്ടിൽ നടത്തുന്ന ശുശ്രൂഷ നമ്മൾ സാധാരണ സംസ്കാരത്തിൽ വീട്ടിൽ നടത്തുന്ന ശുശ്രൂഷയുണ്ട്, പള്ളിയിൽ നടത്തുന്ന ശുശ്രൂഷയുണ്ട്, സന്ധ്യയിൽ നടത്തുന്ന ശുശ്രൂഷയുണ്ട്. അതിൽ വീട്ടിൽ നടത്തുന്നതും പള്ളിയിൽ നടത്തുന്നതുമായ ശുശ്രൂഷകളാണ് നമ്മളിവിടെ നടത്തുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിനകളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു
നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും.
മരിക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവരെ കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തിട്ടുള്ളവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തിട്ടുള്ളവർ ശിക്ഷാതി ഉയർപ്പിനുമായി പുറത്തു വരും. ജീവന്റെയും മരണത്തിന്റെയും അതിനാഥനായ തമ്പുരാൻ, വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ജോസി എന്ന സഹോദരന്, നമ്മുടെ പ്രിയപ്പെട്ട അംഗാപുഷന് നിത്യായുസ് ലാസറിന്റെ ശവോദരങ്ങൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആ സഹോദരിമാരെ ആശ്വസിപ്പിച്ച ദൈവം ഈ പ്രിയപിതാവിന്റെ വേർപാടിനെതിരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പലപ്പോഴും വാക്കുകൾക്ക് അർത്ഥം നഷ്ടമാകുന്ന ചില സന്ദർഭങ്ങളാണ് ഇത്തരം ചില സന്ദർഭങ്ങൾ. വേർപിരിഞ്ഞു പോയ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരോട് പോട്ടെ, സാരമല്ല, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാലൊന്നും വലിയ വിലയില്ലായിരുന്നു. മറിച്ച് 2-3 ചിന്തകൾ നമ്മളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ആദ്യത്തെ ചിന്ത, ഇത് നന്ദി പറയാനുള്ള ഒരു സമയമായി കണക്കാക്കണം. തമ്പുരാനോട് മനസ്സോട് നന്ദി പറയേണ്ട സമയം. ഏതോ ഒരു കുഴിമാടത്തിൽ ഇങ്ങനെ എഴുതി വെച്ച് ഞാൻ വാക്ക് കേട്ടിട്ടുണ്ട്: ഹി നെവർ ബോൺ, ഹി നെവർ ഡൈ, ഓൺലി വിസിറ്റഡ് ഹിസ് പ്ലാനറ്റ്. അയാൾ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഈ ഭൂമിയിലൂടെ സന്ദർശനം നടത്തി കടന്നുപോകാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജീവിതം ഒരു യാത്ര തന്നെ, ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു യാത്ര. ഏതാണ്ട് 76 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ ദൈവത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ്. ഈ ഭൂമിയിൽ സന്ദർശനം നടത്തി ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിതം പങ്കുവെച്ച് ജന്മം നൽകി സൗഹൃദം പങ്കുവെച്ച് ഒരുപാട് നല്ല മാതൃകൾ ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ട് വീണ്ടും അവരാരംഭത്തിലേക്ക് കടന്നു പോകുന്നു. നന്ദി പറയാനല്ലാതെ മറ്റൊന്താണ് നമുക്ക് ഈ കൃഷി ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു നല്ല പിതാവിനെയോട്, നല്ലൊരു ജീവിത പങ്കാളിയോട്, നല്ല ഒരു സഹോദരനെ, കുടുംബങ്ങളെയോട്, സ്നേഹിതരെയോട് സ്വർഗീയ പിതാവ് നന്ദി. ഓരോ വ്യക്തിയിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് തിരിച്ചറിയുന്നത്. ഒരുപാട് വർഷക്കാലം ഈ പിതാവിലൂടെ അത്ര സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിനെയോർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ ബൈബിളിൽ മറ്റൊരു ചിന്ത, മരണം എന്നത് ഒരു അവസാനമായിട്ടാണ് കാണാനിടവരുന്നത്. മരണം എന്നത് ഒരു തുടർച്ചയാണ്, പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. ഈശോ പോലും മരണത്തെ വിളിക്കുന്ന വാക്ക് അങ്ങനെയാണ്. ഉറക്കമെന്ന വാക്ക് വിശേഷമാണ് കൊടുക്കുന്നത്. ലാസർ മരിച്ചിട്ടില്ല, ലാസർ ഉറങ്ങുകയാണ്. യാരോസിനോട് മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ഇതൊരു താൽക്കാലിക ഉറക്കം മാത്രം. ഉറങ്ങുന്നവർ തീർച്ചയായും വീണ്ടുപെടും. അതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു പുഴു ചിത്രശലഭമായി മാറുന്ന കഴിയും. പുഴു ഒരു പ്രത്യേക സമയത്ത് ഒരു സമാധിഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതിനെ പ്യൂപ്പ എന്ന് വിളിക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുന്നത് പഴയ പുഴുവല്ല, ഒരുപാട് വർണ്ണങ്ങളുള്ള മനോഹരമായ ചിത്രശലഭം. മരണം എന്നതുപോലെ തന്നെ താൽക്കാലികമായ ഉറക്കത്തിൽ നിന്ന് നമ്മുടെ പ്രിയപിതാവ് സ്വർഗീയ പിതാവിലേക്ക് നേടിക്കൊണ്ടിരിക്കുന്നു. മരിച്ചവരെവിടെ എന്നൊരു ചോദ്യം ചിലപ്പോഴും മനസ്സിലാകാറുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അപ്പൻ്റെ പിന്നിൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, അപ്പ മരിച്ചവർക്ക് എവിടെയാണ്? ആ സമയത്ത് നിറഞ്ഞ കണ്ണുകളോടെ അപ്പനെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ചിലപ്പോഴൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കട്ടളപ്പണിയിൽ നീ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സ്റ്റഡി പേഷ്യൻ തലവെച്ചുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ എപ്പോൾ നീ കണ്ണു തുറന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ നിന്റെ അപ്പയുടെ നെഞ്ചിലല്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഇപ്പോൾ സ്വർഗീയ പിതാവിന്റെ നെഞ്ചിൽ മണിത്തട്ടിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത് പറയാവുന്നൊരു കാര്യം, ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ഉറപ്പിച്ച പോലെ തന്നെ നമുക്ക് ആർക്കും അറിയില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരേ ഒരാളെ, അത് തമ്പുരാനാണ്. മനസ്സിലുള്ള വാചാര്യ തമ്പുരാൻ.
ജീവിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയ അപരാധങ്ങൾ ഇനിയും ക്ഷമിക്കാനും പുറത്താനും ഉണ്ടെങ്കിൽ ദൈവമേ എല്ലാം പുറത്ത് നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകും. വേർതിരിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. വേർതിരിഞ്ഞു പോയ ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അയാൾ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് അയറ്റപ്പെടുന്നു. രണ്ടാമതായി ആ വേർതിരിഞ്ഞു പോയ ആത്മാവ് ആരൊക്കെയാണ് അദ്ദേഹത്തിലൂടെ പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും, അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ നിത്യസൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ. സ്വർഗത്തിൽ ഇതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം ചൊരിയാൻ അദ്ദേഹത്തിന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ പ്രാർത്ഥന എന്നാൽ അനുശോചനം പ്രിയപ്പെട്ട സിക്കഞ്ചിക്കും മക്കൾക്കും എല്ലാവർക്കും ഇദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല രീതിയിലും ഇടപെട്ട എല്ലാവർക്കും പ്രാർത്ഥന അനുശോചനം അറിയിക്കുന്നു. സ്വർഗീയ പിതാവ് ജീവനെയും മരണത്തിൻ്റെ നാഥനായ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എല്ലാത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ സൃഷ്ടിക്കുകയും അതുല്യമായ കൃത്യമായി രക്ഷിക്കുകയും കൃഷിനായി നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുടർന്ന് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാർ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങൾ കടകൾ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 26 വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും കച്ചവടം പ്രധാന വിധി ദിവസത്തിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ വിഷയമായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ ദിശയായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Ego,
For those who don't know me, I am Joe Littleville, the first grandchild of Joseph Littleville, or our daddy. I'm here today to represent all 6 of Daddy's grandchildren, from oldest to youngest, myself, Rachel, Daniel, Ivana, Stephen, and Alina. Daddy came to the United States a month after I was born. I have the privilege of sharing the same name with Daddy. The best memory I have of Daddy is playing caroms with him. Daddy was very sharp at the game, and he would win most of the games. We used to say to him, old is gold. Jokes apart, he was very interested in politics, literature, and he was an avid reader. Our parents gave us life. Our grandparents gave us a sense of who we are and where we come from, and where we came from. Daddy, you are a very kind and patient person. Your infectious smile and your wisdom will guide us forever. Thank you for everything you have done for us, and your memories will stay with us for the rest of our lives. Thank you. On behalf of our father, Jesse Littleville, and the rest of the family, I would like to thank you all for joining us today in celebrating the life of our daddy. He was Jolly Sheridan most of you back home. Jolly and Motisam, Josie to others, and Daddy to us. Connecting all of us to him was a signature smile, full of possibility and kindness. Born January 10, 1944, to Rocky and Teresa Littleville, he was the eldest of 4 children. He is survived by his brothers, Advocate Leslie Stephen, Sister Mercy Frias, and late Xavier, or our own baby uncle, whom he has joined in heaven. Daddy spent his entire 35-year career at Tata Oils, which later became his family group. He was an active member of many Catholic Church associations, Don Bosco, Bosco Families, Marriage and Common, the Sacks, Tom Cook, just to name a few. I'm sure I got left out some, and I convey my apologies for this. He was spiritual and God-fearing person, and he enlightened and informed the younger generation with the Word of God through his catechism classes. Daddy was always there for everyone, family, neighbors, colleagues and friends,
At difficult times, he used to come and pat on his shoulder and say with a smile, "Ella Shiriya." Remembering Daddy's life would not be complete without mentioning his wife, who has stood by his side for 48 years, our mommy. At least some of you may know that it was their 48th wedding anniversary yesterday, and the first one they were last together. Words would not be enough to salute the strength and courage she has shown in taking care of him, especially during the tough last 4 years. We're all going through extremely difficult times, new normals, protocols to follow. Not knowing what we are allowed or not. Despite all this, Daddy was one of the fortunate few whose funeral could be held at church. Life coming full circle for someone who was deeply rooted in Catholic faith. All this was made possible by the support and guidance of our Cardinal Father Thomas Sarkula. From the moment we came home, to inform Dad said, "Daddy passed away. He has given the Lord's support, long service to the other church, and guidance to every step." Thanks so much. Our family forever be grateful to you for the support and kindness. Father Tom Rajesh, Thomason, Vivian, we cannot thank you enough for being there for us and all your prayers. We also express our sincere thanks to all the Christian clergy back home for their thoughts and prayers. Most of our family members will not be here today due to their situation, and we are still. And we are still there right now. On behalf of the Tindal and Layer family, I thank you all for respecting the situation and joining us in the prayers and services remotely. On Thursday evening, when we were first informed by the doctor that Daddy is gone, myself and Vijay were sitting there staring at each other, not knowing what to do next. From that moment onwards, every other call on Vijay's phone was a friend or family member calling to inform that something has been taken care of. They did everything needed, often reminding that you don't have to thank your own family and friends. Without the help and support, we would not have been able to overcome this difficult time. We would forever be grateful to you all for your love and support. Last but not the least, we would also like to thank Daddy's physician, Dr. Emily Chapel, his caregiver, Shabir, who has been with him for the last 2 years. It often sounds cliche when good things being said about someone who has recently died. But today, standing here, I can say with confidence, from the bottom of my heart, that myself, Vijay and Mary, were blessed with the children of the most righteous, kind and loving person I've known. May God bless us all. Daddy, we love you. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും യേശു മധുരാമകർക്കും ജീവനും അതുപോൽ ശരണവും അരുളേടാം. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. ഹൃദയാൽ തന്നെ ഹൃദയയുടെ കഴിവല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും. മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാവിൽ നിന്ന് പഴയമാകുന്നു. മൃതിയിലമുറപോൽ വാദനയക്കുന്നു. ദുഷ്ടജകളയിൽ ശിഷ്ടജപരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. വെച്ച് ധൂളിയിൽ നിന്നും ജന്മമരിക്കേ നിന്നെ നമിക്കാൻ പ്രകാശിച്ചു. വേഗത്തേരിൽ നാഥനെഴുന്നള്ളി.
സുന്ദരം റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. ആദിമുതലേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചുയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അത്ഭുതത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ നിശികാവരോടുകൂടെ ഇയാളെ തന്റെ വലതുപാദം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. കഴിയുന്നവരെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദുർദാതി ആകാശത്തിലെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പൈതൃകമായ പരിപാലനം ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ വാർത്തണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളിൽ ആത്മാവിനെ ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ വന്ദനം പാടുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമാനകമായ പുരോഹിതരെ ദൈവവചനങ്ങളായ ആത്മാവിന് പോഷണം നൽകി നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം അർപ്പിക്കുന്നത് പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി
കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും ദാസന്റെ ആത്മാവിനെ നീതിമാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോപ്പാവുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദീപനത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദീപജലത്താൽ ഈ കരുണ ഗോത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്വം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ദൈവത്തിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിന്റെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായേസു. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ.
മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായേ പിതാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുവാമേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ വർദ്ധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയാകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുന്നുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവരായി ചിതമഹിമാവിൽ മിന്നി വിളങ്ങും മുതമൊട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരുക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രയേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ യോസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്തിരുത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മനുഷ്യയുടെ മൗതിരസനത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
the name of the Father, and of the Son, and of the Holy Spirit. Amen. The Lord be with you, and with your spirit. My brothers and sisters, our brother Jolie has gone from this life. May the Lord Jesus now welcome him to the table of God's children in heaven. With the faith and hope in eternal life, let us assist him with our prayers. Let us pray to the Lord also for ourselves. May we who mourn be reunited one day with our brother Jolie. Together, may we meet Christ Jesus when he, who is our life, appears in glory. Come, you who are blessed by my Father, says the Lord, inherit the kingdom prepared for you from the foundation of the world. Lord Jesus Christ, by your own 3 days in the tomb, you hallowed the graves of all who believe in you, and so made the grave a sign of hope that promises resurrection, even as it claims our mortal bodies. Grant that our brother Jolie may sleep here in peace until you awaken him to glory, for you are the resurrection and the life. Then he will see you face to face, and in your light will see light, and know the splendor of God, for you live and reign forever and ever. Amen. Because God has chosen to call Jolie from this life to himself, we commit his body to the earth. For we are dust, and unto dust we shall return. But the Lord Jesus Christ will change our mortal bodies to be like his in glory, for he is risen, the firstborn from the dead. So let us commend our brother to the Lord, that the Lord may embrace him in peace and raise up his body on the last day. For our brother Jolie, let us pray to the Lord, who said, I am the resurrection and the life. Whoever believes in me shall live even in death, and whoever lives and believes in me shall never die. Lord, you consoled Martha and Mary in their distress. Draw near to us, who mourn for Jolie, and dry the tears of those who weep. We pray to the Lord. Lord, have mercy. You wept at the grave of Lazarus, your friend. Comfort us in our sorrow. We pray to the Lord. Lord, have mercy. You raised the dead to life. Give to our brother Jolie eternal life. We pray to the Lord. Lord, have mercy. Jolie was washed in baptism and anointed with the Holy Spirit. Give him fellowship with all the saints in heaven. We pray to the Lord. Lord, have mercy. Jolie was nourished with your body and blood. Grant him a place at the table in your heavenly kingdom. We pray to the Lord. Lord, have mercy. Comfort us in our sorrow at the death of Jolie. Let our faith be our consolation, and eternal life our hope. We pray to the Lord. Lord, have mercy. Now let us pray in the words our Lord Jesus Christ taught us. Together. Our Father, who art in heaven, hallowed be thy name. Thy kingdom come. Thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Almighty God, through the death of your Son on the cross, you destroyed our death. Through his rest in the tomb, you hallowed the graves of all who believe in you. And through his rising again, you restored us to eternal life. God of the living and the dead, accept our prayers for those who have died in Christ Jesus and are buried with him in the hope of rising again. Since they were true to your name on earth, let them praise you forever in the joy of heaven. We ask this through Christ our Lord. Amen. Bow your heads and pray for God's blessing. Merciful Lord, you know the anguish of the sorrowful. You are attentive to the prayers of the humble. Hear your people who cry out to you in their need.
and strengthen their hope in your lasting goodness. We ask this through Christ our Lord. Amen. Eternal rest grant unto him, O Lord, and let a perpetual light shine upon him. May the soul of Jolie Puthenvidal and the souls of all the faithful departed, through the mercy of God, rest in peace. Amen. In the name of the Father, and of the Son, and of the Holy Spirit. Amen. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, അൾത്താരയിലെ ശുശ്രൂഷികളെ യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. അൾത്താരയിലെ ശുശ്രൂഷികളെ യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. സഹയാത്രികരായി സുഖദുഃഖങ്ങളിൽ എന്നോടു ചേർന്ന സഹോദരരെ, സഹയാത്രികരായി സുഖദുഃഖങ്ങളിൽ എന്നോടു ചേർന്ന സഹോദരരെ, കടങ്ങളും കടപ്പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. കടങ്ങളും കടപ്പാടുമായി യാത്ര ചോദിക്കുന്നു ഞാൻ, യാത്ര ചോദിക്കുന്നു. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. എനിക്കായി പാടിയ പൂങ്കുയിലുകളെ, എന്നെ തഴുകിയ
പൂന്തെന്നലേ എനിക്കായി പാടിയ പൂങ്കുയിലുകളെ എന്നെ തഴുകിയ പൂന്തെന്നലേ മഞ്ഞേ മഴയേ മേഘങ്ങളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു മഞ്ഞേ മഴയേ മേഘങ്ങളെ യാത്ര ചോദിക്കുന്നു ഞാൻ യാത്ര ചോദിക്കുന്നു ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല ഈ വഴി ഇന്നെൻ്റെ അന്ത്യയാത്ര